Hi, it's me Drishya. Welcome back to my YouTube channel. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ടുലിപ്പ് ഫ്ലവർ മേക്കിംഗ് വീഡിയോ ആയിട്ടാണ്. ക്രേപ്പ് പേപ്പേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ഞാനിന്ന് ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ പോണത്. ഞാനിവിടെ ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള ക്രേപ്പ് പേപ്പേഴ്സ് എടുത്തിട്ടുണ്ട്. എനിക്കിങ്ങനെ സിംഗിൾ കളറിൽ കാണുന്നതിനെക്കാട്ടും ഇഷ്ടം ഡിഫറെൻറ്റ് കളേഴ്സിൽ കാണുന്നതാണ്. ഞാനിവിടെ 3 കളേഴ്സാണ് എടുത്തിരിക്കുന്നത്, വൈറ്റ്, പിങ്ക് ആൻഡ് യെല്ലോ. ആദ്യം തന്നെ പേപ്പർ ഇങ്ങനെ നീളത്ത് കട്ട് ചെയ്തിട്ട് ഒരു 10 സെൻറ്റിമീറ്റർ 4 സെൻറ്റിമീറ്റർ വെച്ചിട്ട് മെഷർമെൻറ്റ് എടുത്തിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊരു പെറ്റലിൻ്റെ ഷേപ്പ് ആക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഒട്ടിക്കേണ്ട ഭാഗത്ത് നമ്മൾ ചെറുതായിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ആ ഭാഗം ഉള്ളിലോട്ട് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമ്മൾ ആ ഓരോ പെറ്റലും എടുത്തിട്ട് ഇതുപോലെ ഫിംഗർ വെച്ചിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. ഉള്ളിലോട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താലേ നമുക്കൊരു പെർഫെക്റ്റ് പെറ്റലിൻ്റെ ഒരു ഷേപ്പ് കിട്ടുള്ളൂ. ഇതുപോലെ ഞാൻ എല്ലാ ഫ്ലവേഴ്സിനും വേണ്ടിയിട്ടും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്, പക്ഷെ അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. ഞാനിവിടെ വൈറ്റ് ഫ്ലവർ ഉണ്ടാക്കുന്നതിന് മാത്രം വീഡിയോ എടുത്തിട്ടുള്ളൂ. പിന്നെ പിങ്ക് ഫ്ലവർ ഉണ്ടാക്കിയത് ഞാൻ വേറെ രീതിയിലാണ്, പക്ഷെ എനിക്ക് അത് അത്രയ്ക്ക് ഇഷ്ടമായില്ല എന്നല്ല, പക്ഷെ എനിക്ക് കൂടുതൽ ഇഷ്ടമായിട്ടുള്ളത് ഇതുപോലെ ഉണ്ടാക്കിയതാണ്. മറ്റേത് ഞാൻ 2 സൈഡും ട്വിസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടാണ് ഉണ്ടാക്കിയത്. പക്ഷേ കുറച്ചുകൂടെ കാണാൻ ഭംഗിയുള്ളത് ഇങ്ങനെ ഉണ്ടാക്കിയതാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ കാണിച്ചു തന്നത്. ഒരു ഫ്ലവറിന് നമ്മളൊരു 6 പെറ്റൽസ് വെച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഒരു സ്റ്റെമ്മാണ്. സ്റ്റെമ്മിന് വേണ്ടി ഞാൻ അവിടെ എടുത്തിരിക്കുന്നത് ഒരു ബാംബൂ സ്റ്റിക്കാണ്. അത് ഇതുപോലെ ഗ്രീൻ ടേപ്പ് വെച്ചിട്ട് ഇങ്ങനെ ചുറ്റി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് അലൂമിനിയം ഫോയിലാണ്. അലൂമിനിയം ഫോയിൽ ഇതുപോലെ ഒരു ബോളിൻ്റെ ഷേപ്പ് ആക്കി കൊടുത്തിട്ട് ആ സ്റ്റിക്കിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അതിൻ്റെ മുകളിലാണ് ഇനി നമ്മൾ ഓരോ പെറ്റൽസും വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാൻ പോണത്. ടോട്ടൽ ഒരു 8 ടുലിപ്സ് ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ ഒരു ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഓയിൽ പേസ്റ്റൽസ് എടുത്തിട്ട് ഇതുപോലെ അങ്ങനെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശരിക്കും ഷെയ്ഡ് ചെയ്തപ്പോഴാണ് കേട്ടോ അതിൻ്റെ ലുക്ക് ആകെ മാറി. ഇതുപോലെ ഡബിൾ ഷെയ്ഡുള്ള ക്രേപ്പ് പേപ്പേഴ്സും അവൈലബിൾ ആണ് കേട്ടോ, പക്ഷെ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ആദ്യം ഒന്ന് ലൈറ്റ് കളേഴ്സ് വെച്ച് ഷെയ്ഡ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഞാൻ പിന്നെ വൈറ്റ് ഷെയ്ഡ് വെച്ചിട്ട് ഒന്നും കൂടെ സ്മഡ്ജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ.
ഇനി നമുക്ക് കുറച്ച് ലീവ്സും കൂടെ ഉണ്ടാക്കി കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഗ്രീൻ ക്രേപ്പ് പേപ്പർ എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് ആ സ്റ്റെമ്മിനോട് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഓരോ ഫ്ലവേഴ്സിനും ഒരു 2 ലീവ്സ് വെച്ച് മതിയാവും. ഓൺലൈനിലൊക്കെ നമ്മൾ ഒരുപാട് പൈസ കൊടുത്ത് മേടിക്കുന്നതിനെക്കാട്ടും എത്രയോ നല്ലതാണ് നമുക്ക് വീട്ടിൽ കുറച്ച് ക്രേപ്പ് പേപ്പേഴ്സ് ഉണ്ടെങ്കിൽ ഇതുപോലെ നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ ഒരു ടുലിപ്പ് ബൊക്കെയൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ആർക്കെങ്കിലും ഗിഫ്റ്റൊക്കെ ചെയ്താൽ അവർക്കും ഭയങ്കര സന്തോഷമാവും, നമുക്കും സന്തോഷമാവും. ഇപ്പോൾ തൽക്കാലം ഞാൻ എൻ്റെ ടേബിളിൽ വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇപ്പം എൻ്റെ കയ്യിൽ അതിന് പറ്റിയൊരു വേസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഒരു ബൊക്കെ ഉണ്ടാക്കി കാണിച്ചു തരാൻ പോകുന്നത്. നിങ്ങൾ ഈ കാണുന്ന പേപ്പർ എനിക്ക് സാരീൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. അത് കണ്ടപ്പോഴേ ഞാൻ എടുത്തു വെച്ചു. എനിക്കിങ്ങനെ ഒരു ഐഡിയ മനസ്സിലുള്ളതുകൊണ്ട്. അപ്പം ഇത് നല്ല ഭംഗിയുണ്ട് ശരിക്കും കാണാൻ വേണ്ടിയിട്ട്. ഒരു ജൂട്ട് ത്രെഡും കൂടെ വെച്ച് കെട്ടി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിന് ഒരു പിൻട്രസ്റ്റി വേസും കൂടെ ഉണ്ടാക്കി കൊടുക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ വീഡിയോയും കൂടെ വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. സോ അൺടിൽ നെക്സ്റ്റ് ടൈം, ബൈ.